That's me, pro level introvert, trying so hard to make an easy video for you people. എന്നിട്ട് അത് ശരിയായോ അതുമില്ല. ബട്ട് ഇറ്റ്സ് ഓക്കെ, ദിസ് ഇസ് മൈ ഫസ്റ്റ് ടൈം. മെല്ലെ മെല്ലെ ഇങ്ങനെ റെഡി ആവായിരിക്കണം അല്ലേ. എനിക്കിങ്ങനെ ക്യാമറയ്ക്ക് മുന്നിൽ വന്നിരുന്നിട്ട് സംസാരിക്കണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹം. പക്ഷേ റീസൺ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ബട്ട് ഐ തിങ്ക് സ്ലോലി ഐ ബി ഡൂയിങ് ദാറ്റ് ഓൾസോ. ഞാൻ ഇങ്ങനെ വിചാരിച്ചു ഈ സ്നീക്ക് പീക്ക് വീഡിയോസ്, ബിഹൈൻഡ് ദ സീൻ വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഇങ്ങനെ ചുമ്മാ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ സംസാരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇങ്ങനെ ചുമ്മാ ഇരിക്കുമ്പോൾ ഇങ്ങനെ നമ്മൾ ഓരോ തോട്ട്സ് ഒക്കെ ഉണ്ടാവല്ലോ, അതൊക്കെ ഇങ്ങനെ വെറുതെ വന്നിരുന്ന് പറയാമെന്ന് വിചാരിച്ചു. ഞാൻ ഇങ്ങനെ ഓർക്കായിരുന്നു ഈ ലൈഫ്, ലവ്, മെമ്മറീസ് ഇതൊന്നും നമ്മളിങ്ങനെ മെഷർ ചെയ്യേണ്ടത് ഇങ്ങനെ ഗ്രാൻഡ് ആയിട്ടുള്ള കുറേ ഇവൻസിലൊന്നും അല്ല. ഇതൊക്കെ ഇരിക്കുന്നത് ഇങ്ങനെ കുട്ടിയായിട്ടുള്ള മൊമെൻറ്റ്സിലല്ലേ. ലൈക്ക് ഇപ്പം എന്താ പറയുക, നമ്മളിങ്ങനെ ഓർത്തെടുത്ത് നോക്കുമ്പോൾ ഇങ്ങനെ നമ്മൾ ഈ വീട്ടുകാരെയും സ്നേഹിക്കുന്നവരൊക്കെ വിട്ടിട്ട് ഇപ്പോൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി ഒരു ലോങ് ജേണിക്ക് പോകുന്നു, അതിന് മുമ്പ് കിട്ടുമ്പോൾ നമുക്കൊരു ഹഗ് കിട്ടത്തില്ലേ. ഐ മീൻ വാംത്ത് ഓഫ് ദാറ്റ് സ്പെഷ്യൽ ഹഗ്, അതൊരു ഫീലിംഗ്, അതാണ് നമ്മളെ ഹാപ്പി ആക്കണത്. അതുപോലെ ഇപ്പോൾ നമ്മൾ പറഞ്ഞ എന്തെങ്കിലും ഒരു കുട്ടി കാര്യം ആരെങ്കിലും ഓർത്തു ഇരുന്നിട്ട് പിന്നീട് നമ്മൾ എന്തെങ്കിലും സംസാരിക്കുമ്പോൾ നിനക്ക് അത് ഇഷ്ടമായിരുന്നില്ലേ എന്നൊക്കെ ചോദിക്കണത്, അങ്ങനെ ഒരു സ്പെഷ്യലായിട്ടുള്ള സൺസെറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ സൺസെറ്റിന് തൊട്ട് മുന്നേ ഇങ്ങനെ ആകാശം മുഴുവൻ നല്ല പിങ്ക് കളറായിരിക്കും അല്ലേ. അത് നമ്മളിങ്ങനെ വിളിച്ചിട്ട് നമ്മളെ വല്ല കൂട്ടുകാരൊക്കെ കാണിച്ച് അവരത് കണ്ട് ഹാപ്പിയായി പിക്കെടുത്ത് പിന്നെ അവിടെ ഇരുന്ന് കുറേ ചളി പാട്ട് അങ്ങനെ അതൊക്കെ ഐ ക്യാൻ റിലേറ്റ് ദിസ് സോ മച്ച്. ബിക്കോസ് ഞങ്ങളുടെ ഹോസ്റ്റലിൽ 4th ഫ്ലോറിൽ നിൽക്കുന്ന സമയത്ത് ഡെയിലി ആകാശം അടിപൊളിയായിരിക്കും ഈ സൺസെറ്റിന് തൊട്ട് തന്നെ. ആൻഡ് ഐ ഹാവ് ഗോട്ട് ദ ബെസ്റ്റ് ബഞ്ച് ഓഫ് പീപ്പിൾ ടു ഷെയർ ദിസ് മൊമെൻറ്റ്സ് വിത്ത്. പറഞ്ഞ ഇവിടെ എല്ലാം എത്തി. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത്, നമ്മളിങ്ങനെ ഇതുപോലെ പാക്ക് ചെയ്ത് കൊടുക്കുന്ന ഗിഫ്റ്റിൻ്റെ വാല്യൂലായിരിക്കത്തില്ല അതിൻ്റെ ആ സന്തോഷം ഇരിക്കണത്. ഈ ഗിഫ്റ്റ് തരാൻ വേണ്ടിയിട്ടുള്ള അത് ഓർത്തെടുത്തല്ലോ എന്നുള്ളതും അതിനു വേണ്ടി എഫേർട്ട് ഇട്ടതൊക്കെ ആയിരിക്കും ഇത് കിട്ടുന്ന ആളെ ഹാപ്പി ആക്കുന്നത്. സിമിലർലി അത് തുറക്കുമ്പോൾ ഈ കിട്ടിയ ആളുടെ മുഖത്ത് വരുന്ന ആ ചിരിയായിരിക്കും ഇത് കൊടുത്ത ആളെ ഹാപ്പി ആക്കുന്നത്. That's why they tell maybe the most precious things aren't the ones we pack, but the ones we carry in our hearts forever. അപ്പോൾ ബൈ.